ഒന്ന് അവസാനിക്കും മുമ്പ് മറ്റൊരു വിവാദം രേണുസുതിയെ തേടി എപ്പോഴും എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി താരപത്നിയെ കാണാം. താനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളോടെല്ലാം കൃത്യമായി പ്രതികരിക്കാറുണ്ട് രേണുസുതി. കഴിഞ്ഞ ദിവസം ഷഫീന ബീബി എന്ന യൂട്യൂബറെ അധിക്ഷേപിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു. തൻ്റെ മാതാപിതാക്കളെ പരിഹസിക്കുന്ന സംസാരം യൂട്യൂബറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോഴാണ് രേണു പ്രതികരിച്ചതും. പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് അനുസരിച്ചായിരുന്നില്ല രേണുവിൻ്റെ പ്രതികരണം. വളരെ തരം താഴ്ന്ന തരത്തിൽ മോശം വാക്കുകൾ അടക്കം രേണു ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴിതാ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ രേണു സമീപിക്കുന്ന രീതിയെ വിമർശിക്കുകയാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം മീഡിയയോട് സംസാരിക്കെ മദ്യപാനത്തെക്കുറിച്ച് രേണു പറഞ്ഞ കമന്റിനെയും എല്ലാവരും വിമർശിക്കുന്നു. ക്രിസ്മസിന് വെള്ളം അല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് അടിക്കാറുണ്ടോ എന്ന് ഓൺലൈൻ മീഡിയ ചോദിച്ചപ്പോൾ രേണുവിന്റെ മറുപടി വന്നത്, അതെ അടിക്കാറുണ്ട്. ക്രിസ്മസിന് എന്താണ് അടിക്കേണ്ടത്? എന്തെങ്കിലും അടിക്കാം എന്ന് പറഞ്ഞാണ് രേണു സംസാരിച്ചു തുടങ്ങിയത്. എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരിക്കും എൻ്റെ ഫേവറേറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് രേണു മഴിയമ്പത്തയോട് തിരിച്ചും ചോദിച്ചു. മാജിക് മൊമെന്റ് എന്ന് മഴിയക്കാരൻ നിന്ന് മറുപടി വന്നപ്പോൾ ആ ചോദ്യത്തിന് ഇതെങ്ങനെ അറിയാം? ഉത്തരം ശരിയാണ്. എല്ലാവർക്കും അറിയാമോ അപ്പോൾ? അത് മാത്രമേ വേറൊന്നും കഴിക്കാറില്ലെന്നും രേണു പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തിക്ക് മാജിക് മൗണ്ട് വാങ്ങി അടിക്കാനായിട്ട് പറ്റും അല്ലേ എന്നാണ് രേണുവിൻ്റെ വൈറൽ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പ്രതികരിക്കുന്നത്. വേറൊരു ബ്രാൻഡും അടിക്കാറില്ല. ഇത് മാത്രമേ അടിക്കാറുള്ളൂ. അത് വല്ലപ്പോഴും മാത്രം. കുടിക്കുന്നതിനെ തെറ്റായി പറയുന്നില്ല നമ്മൾ. കൊല്ലം സുധീരെ വിധവ എന്ന ലേബലിൽ കയറി വരികയും വാടക പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടുകയും ചെയ്ത സ്ത്രീയാണ് ഇപ്പോൾ തന്നെ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ടെന്നും ഏത് ബ്രാൻഡാണ് കഴിക്കുന്നതെന്നും പറയുന്നത്. എന്നാൽ ഇപ്പോഴും അന്ധത ബാധിച്ച ആരാധകർ പറയുന്നത് രേണുവിന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലെന്ന് എല്ലാവരും പിന്തുണയ്ക്കുന്നവരെയും വിമർശിച്ചുവെന്ന് പറയുന്നു. കുടിക്കുന്നതിന് തെറ്റായി പറയുന്നില്ല. അതെല്ലാം ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ രേണു സുധിയുടെ സമൂഹം അറിഞ്ഞ് കൊല്ലം സുധിയുടെ വിധവ എന്ന രീതിയിലാണ്. 2 മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന സ്ത്രീ എന്ന ലേബലും ഉണ്ടായിരുന്നു. ഇപ്പോൾ രേണുസുതി ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലല്ല. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട് ഇപ്പോൾ. ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്നു. ഇനാഗുറേഷൻ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. വിദേശത്തും സ്വദേശത്തുമായി നിരവധി പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പൈസയും കയ്യിലുണ്ട്. അതുകൊണ്ട് അന്ധരായ ആരാധകർ രേണുവിൻ്റെ ആഹാരത്തിന് വകയില്ലെന്ന് പറയുന്നത്. ചില രേണു ആരാധകർ പറയുന്നത് നമ്മൾ രേണുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ്. സത്യത്തിൽ യൂട്യൂബേഴ്സായി ഞങ്ങൾ ഉള്ളതുകൊണ്ട് രേണുവിന് റീച്ച് കിട്ടിയതും ബിഗ് ബോസിൽ പോയതും സാമ്പത്തിക ശേഷി ഉണ്ടായതും